ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ച് തട്ടിപ്പ് നടത്തി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ നന്നായിട്ട് തട്ടിപ്പ് നടത്തുന്ന സമയത്ത് പൊതുവെ പറഞ്ഞിരുന്ന കാര്യമാണ് നിങ്ങളുടെ ബാങ്കുകളിലെ നിക്ഷേപമെല്ലാം പിൻവലിച്ചുകൊണ്ട് ഇതിലിടുക എന്നുള്ളത്. എന്നാൽ ചില വിരുദ്ധന്മാരായ ലീഡർമാർ അല്ലെങ്കിൽ അവരുടെ വാക്ക് കേട്ടോ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു വകയാവുമെന്ന് കരുതിയോ ചില ആൾക്കാർ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ അവരുടെ വീടാണ്, ഒരു സ്ത്രീ വീടാണ് ഈട് നൽകി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്ത ഡിസംബർ ആകുമ്പോൾ ഞാൻ കാറ് വാങ്ങും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഡിസംബർ ആകുമ്പോഴേക്കും കമ്പനി പൂട്ടുകയും ചെയ്തു. അവരുടെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും താറുമാറാവുകയും ചെയ്തു. അതുപോലെ സഹകരണ ബാങ്കുകളെ വളരെ പുച്ഛത്തോടെ സഹകരണ ബാങ്കുകളിൽ ഇത്ര മാത്രമേ പലിശ ലഭിക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ഡെപ്പോസിറ്റുകളെല്ലാം പിൻവലിച്ചുകൊണ്ട് ഹൈറിച്ചിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നിരട്ടി ലാഭം ലഭിക്കുമെന്നും അത് HROTT ആണെങ്കിൽ 10 ഇരട്ടി ലാഭം ലഭിക്കുമെന്നും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതും വിശ്വസിച്ച് ഒരുപാട് സ്ത്രീകളും പിന്നെ വേർപ്പിൻ്റെ അസുഖമുള്ള ചിലരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പകുതി വിലക്ക് കാറ് കൊടുക്കാം, എങ്ങനെയാണ് കാറ് ലഭിക്കാനുള്ള, നമ്മൾ ഈ വെറും ഇതിൽ നിന്ന് ലഭിക്കുന്ന പൂൾ ഇൻകം കൊണ്ട് നമുക്ക് കാർ വാങ്ങാം എന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കാറിൻ്റെ ലോൺ എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹൈറിച്ചിലിടുക, എന്നിട്ട് നമുക്ക് പൂൾ ഇൻകം ലഭിക്കും, അതുകൊണ്ട് ലോൺ അടച്ചു തീർക്കുക എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ 2 വർഷത്തിന് ശേഷം അവരെല്ലാവരും തന്നെ പാഠം പഠിച്ചിരിക്കുകയാണ്. അവർക്ക് അവരുടെ നിക്ഷേപമെല്ലാം തന്നെ പാഴായിപ്പോയിരിക്കുകയാണ്. ബാങ്കുകളിൽ നിന്ന് പിൻവലിച്ച തുകയെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കടമെടുത്തവരൊക്കെ കടത്തിൻ്റെ മേൽ കടം കയറി ദുരിതം അനുഭവിക്കുകയാണ്. അവർക്ക് ചില തിരിച്ചറിവുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മൾ ഈ തട്ടിപ്പിനെയൊക്കെ പറ്റി 2 വർഷം മുമ്പേ പറഞ്ഞപ്പോൾ ചില വക്കീലന്മാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇവരാരും തന്നെ കമ്പനിക്കെതിരായി ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നും, പണം പോയവർ, കോടികൾ പോയവർ പോലും കമ്പനിക്ക് ജയ് ഹൈറിച്ച് വിളിക്കുകയാണെന്നും, ഇത് തട്ടിപ്പാണെന്ന് പറയുന്നവരെ ചീത്ത വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് ഓർമ്മ വരുന്നത്. എത്ര കാലം നിങ്ങൾ നോക്കിക്കോ, ഒരു വർഷം കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ കമ്പനിക്ക് എതിരാവും. ഇത്രയും കാലം ഒന്നും ആർക്കും തന്നെ തട്ടിപ്പ് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആൾക്കാരെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന്. അതാണിപ്പോൾ സത്യമായിരിക്കുന്നത്. എല്ലാവരും തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, കമ്പനിയുടെ പക്കൽ യാതൊരുവിധ അനുമതിയും ഉണ്ടായിരുന്നില്ല ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് അവരെ മണി ചെയിൻ ചെയ്ത് പറ്റിക്കുന്നതിന് എന്ന്. അതുപോലെ തന്നെ ഇവരുടെ ഡിജിറ്റൽ ID എന്ന് പറയുന്നത് അതൊരു തട്ടിപ്പായിരുന്നു എന്നും, ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിൽ യാതൊരുവിധ ലാഭവും ഉണ്ടാക്കുന്നില്ല എന്നും, ഇവർ തന്നെ കൊടുത്തതോ അല്ലെങ്കിൽ ആൾക്കാർ ദിനം പ്രതി കൊണ്ടിടുന്നതോ ആയ പൈസയിൽ നിന്ന് ഒരു ചെറിയ വിഹിതമെടുത്താണ് ഇവർക്ക് പൂൾ ഇൻകം എന്ന രീതിയിൽ നൽകി വരുന്നത് എന്നും ഇവർ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. വലിയ തിരിച്ചറിവാണ് അത്. എന്തായാലും മാർച്ച് മാസമാവുന്നതോടുകൂടി കടബാധ്യതകൾ ഇരട്ടിക്കുകയാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവരുടെ HCRSൻ്റെ ലീഡർമാരും ഇതിനെക്കുറിച്ച് ബോധമുള്ളവരും പറഞ്ഞിരിക്കുന്നത് ഇവരുടെ കയ്യിൽ നാമമാത്രമായ തുച്ഛമായ
പണം മാത്രമേ ബാങ്കുകളിൽ ഉള്ളൂ. ഇത് ഒന്നിനും പര്യാപ്തമല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണവും ലീഡർമാരുടെ പണം പിടിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ 2 വർഷം മുമ്പ് നിക്ഷേപിച്ച പണത്തിൻ്റെ പകുതിയെങ്കിലും ലഭിക്കുന്നതിന് അത് മാത്രമേ അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടപടികളും കൊണ്ട് മാത്രമേ സാധ്യമാവൂ എന്ന് പറയാതെ വയ്യ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോഴും ചിലരൊക്കെ വിചാരിക്കുന്നത് കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പണം എത്രയാണോ വേണ്ടത് 2 വർഷത്തെ പൂളിംഗം ചേർത്ത് തരും എന്നൊക്കെയാണ് ചിലർ വ്യാമോഹിക്കുന്നത്. അത് വെറും വ്യാമോഹമാണെന്ന് പറയാതെ വയ്യ. ഇപ്പോൾ പോലും നിങ്ങളുമായി യാതൊരുവിധ ബന്ധവും പുലർത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ കമ്പനിയുടെ CEO എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ലോകവും അവരുടെ സന്തോഷവും മാത്രമാണ് ഇപ്പോൾ കാര്യം. അതുകൊണ്ട് തന്നെ ഈ കമ്പനി തിരിച്ചു വന്ന് വീണ്ടും മണി ചേഞ്ച് ചെയ്യാൻ ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. വീണ്ടും HR ഇന്നൊവേഷൻ പോലെ കമ്പനികൾ തട്ടിക്കൂട്ടിയുണ്ടാക്കി വീണ്ടും തട്ടിപ്പ് നടത്താൻ ഇവിടെ അനുവദിക്കുകയില്ല. അത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും മണി ചെയിൻ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത് 3ാമത്തെ ഹൈറിച്ച് 2ാമത്തെ കമ്പനിയാണെങ്കിൽ 3ാമത്തെ തട്ടിപ്പാണ് HR ഇന്നൊവേഷൻ. HR ഇന്നൊവേഷനിലും പണം പോയവർ നിരവധിയാണ്. പ്രതാപൻ ഇപ്പോൾ കിടക്കുന്നത് ഗ്രീൻ കോ തട്ടിപ്പിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്താൽ നല്ലത്. അല്ലാതെ പ്രതാപനെ ആരെയും ചതിക്കുകയായിരുന്നില്ല, പ്രതാപൻ നിങ്ങളെയൊക്കെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അധ്വാനിച്ചുണ്ടാക്കിയ ലോണെടുത്ത നിങ്ങൾ ബാധ്യത വരുത്തിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുത്തിയത് ഈ വ്യാമോഹമാണ്. പ്രതാപനെ പോലെയുള്ള മറ്റുള്ളവൻ്റെ പണം കൊണ്ട് ഇതുവരെ ജീവിച്ച ഒരുവൻ ചെയ്ത ചതിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഈ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശക്തമായ നിയമ നടപടികൾ ഓരോരുത്തരും കൈക്കൊള്ളണം എന്നാണ് നിയമത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്. വീണ്ടും തട്ടിപ്പ് നടത്തണമെന്ന് ചിലർ മോഹിക്കുന്നുണ്ടാവുമായിരിക്കും. അവരൊക്കെ പണ്ട് മുതലേ തന്നെ മണി ചേഞ്ച് ചെയ്ത് MLM ചെയ്ത് മറ്റുള്ളവൻ്റെ രക്തം ഊറ്റിക്കുടിച്ച് ജീവിച്ച് രസിച്ചവർ ആയിരിക്കും. നിങ്ങൾ ഓർക്കുക, ഈ 2 വർഷത്തിനിടയ്ക്ക് ലീഡർമാർ ചെയ്ത തട്ടിപ്പുകളുടെ എണ്ണം കൈവിരലുകളിൽ എണ്ണാൻ സാധിക്കില്ല.